ഇതാണ് പന്നിയുടെ കാല് അല്ലെങ്കിൽ പിഗ് ഫീറ്റ് എന്ന് പറയും. ഒരുപാട് കാലമായിട്ട് നിങ്ങൾ കാണിച്ചാരെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, പക്ഷേ എപ്പോഴും ഞാൻ ഇത് മറന്നു പോകും. അപ്പോൾ ഇപ്രാവശ്യം ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ എന്ന്. അപ്പോൾ ഇങ്ങനെ പരിപാടി തുടങ്ങിയാലോ. ഞാനിത് ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് നല്ല ടെൻഡറാക്കി എടുക്കണം. അതിനായിട്ട് വേവിക്കാനായിട്ട് ജിഞ്ചർ ഗാർലിക്, പിന്നെ കുറച്ച് ഡ്രൈ ചില്ലീസും കുറച്ച് സ്പൈസസും സ്പ്രിംഗ് ഓനിയൻസും ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇത് വേവിച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 3-4 മണിക്കൂർ വേവിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് കിട്ടണമെങ്കിൽ കുക്കറിലായാലും അടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. അത്രയുള്ള പരിപാടി. ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്യാനായിട്ട് നമ്മളൊരു ചില്ലി ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒരാൾ ഒരുപാട് കാലമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ചേച്ചി ചില്ലി ഓയിൽ ഉണ്ടാക്കുന്നത്. സോ ഇന്ന് നമ്മൾ ചില്ലി ഓയിൽ ഉണ്ടാക്കുന്നു. ദിസ് ഇസ് ഫോർ യു. ഒരുപാട് വീഡിയോയുടെ കമൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സബ്സ്ക്രൈബർ എന്നും ചോദിക്കുന്നതാണ് ചേച്ചി ചില്ലി ഓയിൽ എന്ന്. അപ്പം ഞാൻ അവസാനം ഇത് ഉണ്ടാക്കുകയാണ്. ഇത് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഞാനിവിടെ ഒനിയൻസാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആക്ച്വലി നല്ല ഷാലറ്റ്സ് അല്ലെങ്കിൽ ചെറുള്ളിയാണ് വേണ്ടത്. നല്ല ഗാർലിക്കി ഫ്ലേവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗാർലിക്ക് ഒരുപാട് ചേർക്കാം കേട്ടോ. അതും പിന്നെ ഗ്രീൻ ഓനിയൻസും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടൺ കണക്കിന് ചില്ലി ഫ്ലേക്സും. പിന്നെ ഇതിലോട്ട് ഞാൻ യൂസ് ചെയ്യുന്ന നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. യൂഷ്വലി അവർ യൂസ് ചെയ്യുക അവരുടെ തന്നെ ഇതൊരു ഷെഷ്വാൻ പെപ്പറാണ്. പക്ഷെ നമുക്കതൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ തൽക്കാലം ഒരു മുളക് പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിലോട്ട് പിന്നെ നമ്മൾ ഷുഗറും സോൾട്ടും MSG ഉണ്ടെങ്കിൽ അത്ര അടിപൊളി, അതും കൂടി ചേർക്കുക. പിന്നെ വെട്ടി തിളക്കുന്ന എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി ഓയിൽ സെറ്റായി. ഇതൊന്നും ആയി കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് കുറച്ച് സോയ സോസും പിന്നെ സെസമി സീഡ്സും ചേർക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ പീനട്ട്സും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ചില ചില്ലി ഓയിലിൽ പീനട്ട്സ് കണ്ടിട്ടുണ്ട്. അപ്പം അത്ര ഉള്ളതിൻ്റെ പരിപാടി. ഈ ഒരു ഓയിൽ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക കുസീൻ്റെ കൂടെ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഫ്രൈഡ് റൈസ് ആയാലും ഒരു ഓംപ്ലേറ്റ് അടിച്ചാലും അതിൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത്രയുള്ള അതിൻ്റെ പരിപാടി. ഇനി നമ്മുടെ കുക്കായി വന്ന പിഗ് ഫീറ്റ് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോയ സോസ് റബ്ബ് ചെയ്തിട്ട് ഞാൻ ഒന്ന് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. അല്ല, ഗ്രില്ല് ചെയ്യാൻ വെക്കുകയാണ്. പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് ഒരു 5-10 മിനിറ്റ് തീ. അപ്പോൾ അതോടുകൂടെ നമ്മുടെ സംഭവം ശരിയായി. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ഔട്ട്കം. ഈ സംഭവം ഭയങ്കര ജലാറ്റിനസ് ആണ് കേട്ടോ. അതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീറ്റൊന്നും അധികമില്ല, കൂടുതൽ ഈ ടെൻഡൻസും ലിഗമെൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇത്. നമ്മുടെ ചില്ലി ഓയിൽ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ. ബൈ ദ വേ, ഇതുപോലത്തെ അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് ഫോളോ ചെയ്യാൻ മറക്കില്ല കേട്ടോ.